ആരിഫ് ഹുസൈൻ ഖുറാനൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ എന്ന പോലെ. എന്തായാലും താങ്കൾക്ക് കൃത്യമായിട്ട് അറിയാലോ ഖുറാനിൽ പറഞ്ഞ എന്താണ്, ഒ അബ്ദുള്ള സാഹിബ് ഇവിടെ ഉദ്ധരിച്ചത് എന്താണ്, അതിനെ മലയാളത്തിൽ തർജ്ജമ ചെയ്തത് ശരിയാണോ എന്നൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. തീർത്തും ശരിയായ കാര്യങ്ങളാണ്. അതിനൊരു അപ്രീസിയേഷൻ നമ്മൾ ഒ അബ്ദുള്ളയ്ക്ക് കൊടുക്കണം. ഭൂമിയുടെ കാര്യം പറയാം, മുഹമ്മദ് നബി 6-ാം വയസ്സിൽ പൂശിയ കാര്യം താങ്കൾ സംസാരിച്ചിരുന്ന സമയത്ത് തടസ്സപ്പെടുത്തിയില്ലല്ലോ. ഒന്ന് അടങ്ങിയിരിക്കെ പ്ലീസ്. ഒന്ന് അടങ്ങിയിരിക്കെ. തുടങ്ങിയോ ആ ചർച്ച തുടങ്ങി. അതിനു മുമ്പ് ഇങ്ങനെ ബഹളം വെച്ചാലോ? അദ്ദേഹം പറയട്ടെ. ശരി. അപ്പോ ഇദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ അംഗീകരിക്കുന്നത്. അപ്പൊ അതില് നമ്മൾ ഇനി ഒരു കാര്യം കൂടി ചേർത്ത് പറയേണ്ടത്, ഇദ്ദേഹം ഇവിടെ ഇപ്പൊ പറയുന്നു, അല്ലെങ്കിൽ പൊതുവെ ഇപ്പൊ ഈ ഒരു ചർച്ച ഇവിടെ കാണുമ്പോൾ നമ്മൾ കാണുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. അതിലേക്കും കൂടി ഒന്ന് കടക്കാന്ന് വിചാരിക്കുകയാണ്, സമയം അനുവദിക്കുകയാണെങ്കിൽ. അതായത് പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താ, ഇവിടെ ഒരു ഹിജാബിന്റെ പ്രശ്നം, അതിപ്പോ ഹിജാബ് ഇട്ടാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളോട് തിരിച്ച് ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് യൂണിഫോം ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ചാൽ എന്താ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു ലോ ഇവിടെ ഉണ്ടെങ്കിൽ അതനുസരിക്കണം. നിങ്ങൾ എന്തിനാണ് ഈ ലോ ലെസ്നെസ്സിന് വേണ്ടിയിട്ട് വാദിക്കുന്നവരായിട്ട് മാറുന്നത്? എന്തിനാണ് അത്തരത്തിലൊരു ചീത്തപ്പേര് ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വെച്ചു കൊടുക്കുന്ന രീതിയിൽ ഇതേപോലെ ഒരു ജിഹാദ് ഇത്തരം നിങ്ങൾ പുറത്തെടുക്കുന്നത് എന്തിനാണ്? ഇതാണ് ഞാൻ തിരിച്ചു ചോദിക്കുക. ഒരു നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ്. അത് ഏത് നിയമം ആയിക്കോട്ടെ, അത് രാജ്യത്തിന്റെ നിയമങ്ങളാണ്, സെക്യുലർ നിയമങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ റിലീജിയൻ. അത് ഇസ്ലാമോ മുസ്ലിമോ എന്ത് കുന്ത്രാണ്ടായാലും ശരി, അത് നിങ്ങൾ പാലിച്ചിരിക്കണം. ആ കാര്യത്തിൽ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ഇതേപോലെ പിന്നോട്ട് വലിപ്പിക്കുന്ന കാര്യത്തിൽ ഇതുപോലുള്ള മത നേതാക്കൾക്ക് വലിയ പങ്കുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി ഇവിടെ പറഞ്ഞു കുറെ ആയത്തും മണ്ണാങ്കട്ടയൊക്കെ എഴുതിയിരുന്നു. ഇതിന്റെ ബാക്കിയും കൂടി പറയണം. നിങ്ങൾ ഈ ഹിജാബ് എന്ന് പറഞ്ഞിട്ട് അത് വസ്ത്ര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. ഇസ്ലാമിൽ എവിടെയാണ് ഇത് വസ്ത്രം ആയി മാറുന്നത്? ഇത് വസ്ത്രമല്ല, ഇത് മതചിഹ്നമാണ്. ഞാൻ പറയുന്ന കേൾക്കും, നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ സാധനത്തെ നമ്മൾ അപ്പിക്കുപ്പായം എന്നേ വിളിക്കേണ്ട കാര്യമുള്ളൂ. ഈ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര സ്ത്രീയും അതുപോലെ തന്നെ അടിമ സ്ത്രീയെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം, ഒരു മതചിഹ്നം മാത്രമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇദ്ദേഹം തന്നെ ഓതിയ ആയത്തിന്റെ ബാക്കിയാണ് ആ സംഗതി. അത് അദ്ദേഹം പറയില്ല. അതിന്റെ സന്ദർഭം പറഞ്ഞാൽ മതി. മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ അപ്പിടാൻ പോകുമ്പോ ആളുകള്, അതായത് ഉമറിന്റെ ഭരണം വേണം എന്ന് പറഞ്ഞ ആ ഉമർ ഒളിച്ചു കണ്ടു അപ്പിടാൻ പോയപ്പോ. അത് കണ്ടിട്ടാണ് ഈ സാധനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. അതിന്റെ പേരിലാണ് ഈ സാധനം ഇറങ്ങിയത്. അപ്പോ അന്ന് മര്യാദയ്ക്ക് ഒരു കക്കൂസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഹിജാബ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞത് കുറെ കാലം ഇത് ഓങ്ങിക്കൊണ്ട് നടക്കുന്നു. ഇനിയെങ്കിലും ഇത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഹിജാബിന്റെ കഥ. അപ്പൊ നിങ്ങൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇത് വലിയ എന്തോ വസ്ത്രമാണെന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് ഒരു കാര്യം ഇവിടെ ചെലവാകാൻ പോകുന്നില്ല എന്റെ പൊന്ന് അബ്ദുള്ള. ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഇവിടെ പറയുമ്പോ എന്താണ് ഇത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത്. ആദ്യം ഈ പ്രശ്നം ഉണ്ടാക്കിയത് ആരാണ്? നിങ്ങൾ തന്നെ ഉണ്ടാക്കിയത്. ഇവിടെ ഒരു യൂണിഫോം ഉണ്ടായിരിക്കെ അതിനെ നിങ്ങൾ അനുവദിക്കാതെ, അത് നിങ്ങൾ അവിടെ പാലിക്കാതെ നിങ്ങളുടെ സ്വന്തം മതത്തിന്റെ കാര്യങ്ങൾ കൊണ്ടുവന്ന് ഇതേപോലെ കുത്തി നിറയ്ക്കുന്ന പരിപാടി അതാദ്യം നിർത്തൂ. അതാണ് ഇതിൽ ആദ്യത്തെ കുത്തിത്തിരിപ്പ്. എന്തിനാ പരിപാടിക്ക് ഇറങ്ങുന്നത്? ഇപ്പൊ എന്നിട്ട് ഞങ്ങള് യൂണിഫോം ഒക്കെ പാലിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ മൂക്കിട്ട് വരയ്ക്കേണ്ട ഒരു ഗതികേട് വന്നില്ലേ? എന്തിനായിരുന്നു നിൽക്കുന്നത്? ബാക്കിയുള്ള മുസ്ലിങ്ങളെയും കൂടിയല്ലേ നിങ്ങൾ ഈ പറയിപ്പിക്കുന്നത്? ഏത് നേരവും ഏത് വിഷയത്തിലും മതം കുത്തിത്തിരുകാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നിലയിലേക്ക് നിങ്ങൾ തന്നെയല്ലേ മുസ്ലിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഇനിയെങ്കിൽ ആ ഒരു തുറപ്പം പരിപാടി ഒന്ന് നിർത്തൂ, ആ പോക്കരിത്തരം ഒന്ന് നിർത്തൂ. ഇതാ ഞാൻ പറയുന്നത്. അപ്പോ ആദ്യം ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഇവിടെ കർണാടകയിലെ വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ. അവിടെയും ഈ പണി ഒപ്പിച്ചത് ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ, അവിടെയും ഇതേ പണി ഒപ്പിച്ചത് ഇതേ മുസ്ലിം സംഘടനകളാണ്. എന്തിന്റെ കഴപ്പാണ് നിങ്ങൾക്കെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇനി ഇതേപോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത് ഉണ്ടായില്ലേ? ഇവിടെ മധ്യപ്രദേശില് ഇതേപോലെ ഒരു സ്കൂളിനകത്ത് കൊണ്ടുവന്നിട്ട് ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളെ കൊണ്ട് ഹിജാബ് ഇടിപ്പിക്കുന്നു. എന്തിന്റെ കേടാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് മേഖലയിലും ഇതേപോലെ ഈ വേഷം, ഈ ഇസ്ലാം ഇതിങ്ങനെ കുത്തി നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വഴികളാക്കി മാറ്റുന്നു. വസ്ത്ര സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ മതസ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വകുപ്പുകൾ നിങ്ങൾക്ക് മതം കുത്തിത്തിരികാനുള്ള കുറുക്ക് വഴികളായിട്ട് നിങ്ങൾ ഇവിടെ മാറ്റുന്നു എന്നതാണ് എനിക്കൊക്കെ ഉള്ള പരാതി. അത് ഇനിയെങ്കിലും തിരിച്ചറിയാം. ഈ സാധനം നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്താം. ഇതാണ് വേണ്ടത്. അവസാനമായിട്ട് ഒരു കാര്യം, ഇവിടെ കന്യാസ്ത്രീ തലയിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇവർക്ക് ഇട്ടാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്ത് തരം ഇക്വലൻസ് ആണ് അവിടെ കൊണ്ടുവന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കന്യാസ്ത്രീ എന്ന് പറയുമ്പോൾ അതൊരു സ്ത്രീ, അവർ ചൂസ് ചെയ്ത ഒരു പ്രൊഫഷൻ, അവരുടെ മറ്റെന്തോ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ടുള്ള യൂണിഫോം ആണ് അവർ ധരിക്കുന്നത്. ആ യൂണിഫോം ധരിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്.
ഇവിടെ കുട്ടികൾക്ക് മറ്റൊരു യൂണിഫോം ആണുള്ളത്. അത് അവര് പാലിക്കണം. അത് എല്ലാ കുട്ടികൾക്കും ഉണ്ട്. അപ്പൊ ഒരു യൂണിഫോം ഇവിടെ ഉണ്ട്, പോലീസുകാരൻ വേറെ തൊപ്പി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കും തൊപ്പി വെക്കണം എന്ന് പറയുന്ന ആ ഒരു ഇക്വലൻസ് ഇത് എവിടുത്തെ ന്യായമാണ്? നിങ്ങൾ ഏത് കോത്താഴത്തു നിന്നാണ് വരുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊക്കെ ഇറക്കി വെച്ചിട്ട് ആളുകളെ പറ്റിക്കുന്ന ആ പരിപാടിയൊന്നും ഇനി ചെലവാവില്ല എന്റെ പൊന്ന അബ്ദുള്ള. അപ്പൊ അതുകൊണ്ട് ഇത്രേ പറയാനുള്ളൂ. ഇനിയെങ്കിലും നിങ്ങൾ ഈ തുറപ്പം പണി നിർത്തുക. സാധാരണ മുസ്ലിങ്ങൾ ഇതേപോലെ മതം തിന്ന് ജീവിക്കുന്നവരാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പരിപാടിക്ക് നിങ്ങൾ അവസാനം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറുപടി ആവാം. മറുപടി പറയട്ടെ. പറയുന്നേ വിശുദ്ധ ഖുർആനാണ്. താങ്കൾ പറഞ്ഞല്ലോ അവർക്കൊരു യൂണിഫോം ഉണ്ട്. പറയട്ടെ. വിശുദ്ധ ഖുർആനിൽ വ്യക്തമായ ആജ്ഞാപിച്ചതനുസരിച്ചാണ് ഈ മുസ്ലിം പെൺകുട്ടികളെ വസ്ത്രം ധരിക്കുന്നത്. അത് ആയത്ത് ഞാൻ ഇപ്പോൾ ഓതി, അത് നിഷേധിക്കാൻ കഴിയില്ല, അതിന്റെ ബാക്കി ഓതാനും കഴിയില്ല, ഓതാൻ കഴിയില്ല. അപ്പിക്കുപ്പായം അത്രേ ഉള്ളൂ. നിങ്ങൾ എന്തൊക്കെ ഡെക്കറേഷൻ കൊടുത്താലും അത്രേ ഉള്ളൂ. അപ്പിക്കുപ്പായം നല്ലൊരു കക്കൂസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഹിജാബ് ഉണ്ടാവില്ലായിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞ അത്രേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ എഴുന്നള്ളിക്കുന്ന കാലമൊക്കെ മാറിപ്പോയി എന്റെ പൊന്ന അബ്ദുള്ള. ഓക്കെ, ആ കാലമൊക്കെ മാറിക്കഴിഞ്ഞു. ഓക്കെ, നല്ലൊരു കക്കൂസ് അന്നുണ്ടായിരുന്നെങ്കിൽ സംസാരിച്ചതുകൊണ്ടാണല്ലോ ആരിഫ് ഹുസൈൻ സംസാരിക്കുന്നത്. അപ്പൊ എല്ലാവരും മിതത്വം പാലിക്കുക, സ്വയം നിയന്ത്രണം, തന്നടക്കം പാലിക്കുക. അബ്ദുള്ളക്ക് പറയട്ടെ. ആരിഫ് ഹുസൈൻ അദ്ദേഹം പറയുന്നൊന്ന് കേൾക്കുക, ദയവായി ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ പറയുന്നു, ആരിഫ് ഹുസൈൻ അപ്പൊ പറയണേ, ഞാനല്ല പറയണേ. അതെ, ഞാനാ പറയണേ. ഓ അബ്ദുള്ള, ഞാൻ അതാണ് പറയുന്നത്. നിങ്ങളെ കേൾവിയുടെ പ്രശ്നം. നാളെ തന്നെ ഡോക്ടറെ പോയി കാണിക്കണം. താങ്കളെയാണ് ഞാൻ സംസാരിക്കാൻ അനുവദിച്ചത്. താങ്കൾ പറയൂ, എനക്കെടുത്താതെ പറയുന്നേ. പറയാണല്ലോ, താങ്കളിൽ ഇടപെടല്ലേ. ദിവ്യവചനം, അതാണ് ഖുർആൻ. അത് ഈ ആരിഫ് ഹുസൈൻ ഒന്നും അറിയില്ല, ഖുർആൻ പഠിച്ചിട്ടില്ല. പഠിച്ച ഹോമിയോപ്പതി പൊട്ടത്തരം അവൻ പോലും ഒഴിവാക്കി. അതുപോലെ തന്നെ ഖുർആൻ ഒന്ന് പഠിക്കണ്ടേ. ഹോമിയോപ്പതിയെ, ഹോമിയോ ഡോക്ടർമാരെ മൊത്തത്തിൽ അപമാനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പിൻവലിക്കണം. ഹോമിയോപ്പതി പൊട്ടത്തരമാണെന്ന് പറഞ്ഞത് പിൻവലിക്കണം കേട്ടോ. ഓ അബ്ദുള്ള, ഹോമിയോപ്പതി പൊട്ടത്തരാണോ? ഹോമിയോപ്പതി ഒരു ഒന്നാന്തരം പൊട്ടത്തരമാണ്. അതൊരു സ്യൂഡോ സയൻസ് ആണ്. ഓക്കെ, അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതൊക്കെ വിടൂ അബ്ദുള്ള. നിങ്ങൾ ഈ അപ്പിക്കുപ്പായത്തെ കുറിച്ച് പറയൂ. അപ്പിക്കുപ്പായം മതപരമായിട്ട് നിർബന്ധമുള്ള കാര്യമാണോ അല്ലേ? അത് ഹിജാബ് ഇസ് എ ചോയ്സ് ഒരു വശത്ത് പറയും, എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് പറയും ഹിജാബ് നിർബന്ധമാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പറയും, അപ്പിക്കുപ്പായം വേണോ വേണ്ടേ? നിങ്ങൾ പറയും. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കുക. വെറുതെ നിങ്ങൾ ഹോമിയോ മണ്ണാങ്കട്ടെന്നും പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് ഉത്തരം പറയും. ഈ പറയുന്ന അപ്പിക്കുപ്പായം, ഹിജാബ് എന്ന് പറയുന്ന അപ്പിക്കുപ്പായം, അത് ഒരു നിർബന്ധ വസ്ത്രമാണോ, നിർബന്ധ തുണി കഷ്ണമാണോ, അതോ അത് ചോയ്സ് ആണോ? നിങ്ങൾ വയലൻസ്. ഇതാണ് വയലൻസ്. മുഹമ്മദ് നബിയുടെ ചര്യ പുറത്തേക്ക് വരുന്നു. ചാടുകയാണ്. കണ്ടോ ആരാപ്പ സംസാരിക്കണ്ടേ? നിങ്ങൾ ആരിഫ് ഹുസൈൻ രണ്ടാളും ആങ്കർമാരാ. അബ്ദുള്ള, ഒരു നിമിഷം ഞാനൊരു ഇടവേള എടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ താങ്കളിലേക്ക് തന്നെ വരാം. താങ്കൾ ആ ഇടവേളയിൽ ചെവി ഒന്ന് ക്ലീൻ ചെയ്യുക. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് താങ്കൾ മനസ്സിലാക്കുന്നില്ല.